ബ്രിസ്ബെയിനിൽ വൻ വാഹനമോഷണം. അന്താരാഷ്ട്ര മാഫിയ സംഘത്തിലെ വിദേശികൾ പിടിയിൽ. ബ്രിസ്ബെയിൻ. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന അന്താരാഷ്ട്ര മാഫിയ സംഘത്തെ ക്വീൻസ്ലൻഡ് പോലീസ് പിടികൂടി. ഓപ്പറേഷൻ എക്സ്റേ ലോക്സ് എന്ന പേരിലറിയപ്പെടുന്ന അന്വേഷണത്തിലൂടെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 7 വിദേശ പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വിവരങ്ങൾ. മോഷണം 2025 ഒക്ടോബർ 20-നും ഡിസംബർ 1-നുമിടയിൽ ബ്രിസ്ബെയിൻ മേഖലയിൽ നിന്ന് ഏകദേശം $90 ലക്ഷം, $9 മില്യൺ വിലമതിക്കുന്ന 60 ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. പിടിയിലായവർ ബ്രസീൽ, ഫിജി, ജപ്പാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പിടിയിലായ 7 പേർ. ഇവർക്കെതിരെ 380-ലധികം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പ്രവർത്തന രീതി. ടൊയോട്ട വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം ക്യാൻ ബസ് ടൂൾ ഹാക്ക് ചെയ്താണ് ഇവർ വാഹനങ്ങൾ കവർന്നിരുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അലാറങ്ങളും ട്രാക്കിംഗ് സംവിധാനങ്ങളും പ്രവർത്തനരഹിതമാക്കി ഇവർ കാറുകൾ കൊണ്ടുപോയിരുന്നു. വിദേശത്തേക്ക് കടത്തൽ. മോഷ്ടിച്ച വാഹനങ്ങൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് UAE കയറ്റി അയച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളായി വിൽക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അന്വേഷണം നടന്ന വഴി. ഡിസംബർ 2-ന് ബ്രിസ്ബെയിനിലെ റോക്ലിയിലുള്ള ഒരു റെക്കിംഗ് യാർഡിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് മോഷണവിവരങ്ങൾ പുറത്തുവന്നത്. കണ്ടെയ്നറിനുള്ളിൽ കാർ പാർട്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ 2 ലാൻഡ് ക്രൂസറുകൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് മെൽബൺ പോർട്ടിലും ബ്രിസ്ബെയിൻ പോർട്ടിലും നടത്തിയ പരിശോധനയിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടെടുത്തു. നിലവിൽ 60 വാഹനങ്ങളിൽ 15 എണ്ണം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 45 വാഹനങ്ങൾ ഇതിനോടകം രാജ്യം വിട്ടതായാണ് പോലീസ് കരുതുന്നത്. ഇതിൽ $1.2 ലക്ഷം വിലമതിക്കുന്ന ഒരു ലാൻഡ് ക്രൂസർ ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. ടൊയോട്ട പോലെയുള്ള വലിയ കമ്പനികൾ വാഹനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ഈ സംഭവത്തെ തുടർന്ന് അറിയിച്ചു. പ്രതികളെ ഈ മാസം അവസാനം കോടതിയിൽ ഹാജരാക്കും.